ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വർത്താനം സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഞാൻ മൈസൂർ പോയൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു സൂവിലേക്ക് പോണ ഒരു വീഡിയോ ആണ് രണ്ടാം പാർട്ടായിട്ട് ഇടുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് കാരണം അവിടെ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ മൃഗശാലയിലുള്ള എല്ലാ മൃഗങ്ങളെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നാളെ അതിൻ്റെ 3-ാം പാർട്ടായിട്ട് വരും. എല്ലാതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നാളെ അതിനായിട്ട് വലിയൊരു കാര്യം ഞാൻ നാളെ ഇടണ്ട കേട്ടോ. ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ 1-ാം പാർട്ടായിട്ടും 2-ാം പാർട്ടായിട്ടും ഒക്കെ ഇങ്ങനെ വിടുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ചെന്ന് കാണും. ഞാൻ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗോറില്ലൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കണ്ടത് ഗോറില്ലനൊന്നുമല്ല, ഫസ്റ്റ് കണ്ടത് പക്ഷികളെയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വലിയ ഡിമാൻഡാണ്. ഞങ്ങൾ കുറേ വിളിച്ചപ്പോൾ ആ പാറൻ്റെ അവിടെ വന്നിരുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ കുറേ അതിന് താളം കാട്ടിയിട്ടും ടാറ്റ കൊടുത്തിട്ടും അങ്ങനെ കാട്ടിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പാറൻ്റെ അവിടെ നിന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ടാറ്റ കാണിച്ചിരുന്നു, പക്ഷെ ഇങ്ങോട്ട് ടാറ്റ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്രൗഡായിരുന്നു. വെക്കേഷൻ ക്രിസ്മസ് പൂട്ടായതുകൊണ്ട് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര നമ്മൾ ശ്വാസം മുട്ട അത്രയും തിരക്കായിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികളും ടൂറിന് വരുമല്ലോ, ഓരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ജിറാഫിൻ്റെ ഒരു കൂട്ടം എന്ന് പറയാം, 1-2-3 ഉണ്ടാവും, ഒരു കൂട്ടത്തെയാണ് കണ്ടത്. അപ്പോൾ അതിനും കുറച്ചു നേരം നോക്കിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ജിറാഫിനൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു കൗതുകത്തിൽ കുറേ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കണ്ടത് ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. ഒട്ടകപ്പക്ഷി പിന്നെ നമ്മൾ കാണുന്നതല്ലേ, അതുകൊണ്ട് അത്ര കൗതുകമല്ലായിരുന്നു. അപ്പോൾ കുറച്ചു നേരം നോക്കിയിരുന്നു. ഒരു പുല്ലല്ലേ തിന്നല്, പുല്ല് തിന്നിരുന്നു കേട്ടോ. പിന്നെ കണ്ടതൊരു വലിയൊരു പക്ഷികളൊരു കൂട്ടിലായിരുന്നു പിന്നെ ഞാൻ കണ്ടത് പോയത് കേട്ടോ. അതൊരു വലിയ കൂടായിരുന്നു കേട്ടോ. പക്ഷികൾ മുട്ടയിട്ടതിൻ്റെ ഇതിപ്പോൾ മുട്ടത്തോടും എല്ലാതും നിലത്ത് കിടക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ കണ്ടിരുന്നു കേട്ടോ. കുഞ്ഞു പക്ഷി കുട്ടികളൊക്കെ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കണ്ടത് മുതലെന്നെയാണ് കേട്ടോ. എന്താ ഇതിനൊക്കെ ഒരു വലിപ്പം. അപ്പോൾ പല വലിപ്പത്തിലുള്ള മുതലകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുണ്ട് നീണ്ടിട്ടുള്ള മുതലകൾ ഉണ്ടായിരുന്നു, ചുണ്ട് കുറഞ്ഞിട്ടുള്ള മുതലകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല സൈസിലുള്ള മുതലകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് പാമ്പിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. അവിടെയാണ് തിരക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തിരക്ക്. ഭയങ്കര തിരക്കായിരുന്നു, ശ്വാസം മുട്ടി മനുഷ്യന്. അപ്പോൾ അവിടെ ഇങ്ങനെ അണലിയും പെരുമ്പാമ്പും ചെറിയ സൈസിലുള്ള പെരുമ്പാമ്പും ചെറിയ സൈസിലുള്ള കേട്ടോ. അപ്പോൾ പിന്നെ മൂർക്കം പാമ്പും എല്ലാതും ഉണ്ടായിരുന്നു. ചിലതൊക്കെ കൂടിൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ചിലത് പുറത്തുണ്ട്, അങ്ങനെ ചിലത് മരത്തിൻ്റെ മുകളിലുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാമ്പുകളെ കണ്ടത് കൊണ്ട് പിന്നെ കൗതുകമൊന്നുമില്ല. കാരണം ഞാൻ 4-ാം ക്ലാസ്സിനും 5-ാം ക്ലാസ്സിനൊക്കെ ടൂർ പോണ നേരത്ത് പാമ്പുകൾ അങ്ങനെ കാണിക്കുന്നൊരു ഇതുണ്ടായിരുന്നു പണ്ട് കേട്ടോ. പിന്നെ ഞാൻ അനാക്കോണ്ടനെ കണ്ടു. അത് വെള്ളത്തിലൊന്ന് 2 വെള്ളത്തിലും 1 കൂടിൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലാതെ അനങ്ങാതെ തന്നെ കിടക്കുകയാണ്. ചിലതൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികൾ ഓലെ പെട്ടെന്ന് കാണാൻ കഴിയൂല. അപ്പം ചില മണ്ണിൻ്റെ കളറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതും തീരെ കാണാൻ കഴിയുന്നില്ല, ഇങ്ങനെയോ കണ്ടുപിടിക്കല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ പച്ചളിപ്പാമ്പിനെ കണ്ടു. പച്ച കളറുള്ള ഒരു പാമ്പുണ്ടല്ലോ, അതാണ് പച്ചളിപ്പാമ്പ്. അപ്പം അതിനെയും കണ്ടു. പിന്നെ കുറച്ച് വണ്ണം കൂടിയ ഒരു പാമ്പിനെയും കണ്ടു കേട്ടോ.
പിന്നെ ഇത് പെരുമ്പാമ്പാട്ട്. പെരുമ്പാമ്പ് മരത്തിന്റെ മുകളിൽ നിന്ന് ചുറ്റി കിടക്കുകയാണ്. അപ്പം അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. പക്ഷെ ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും അത്ര പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതിനും പെരുമ്പാമ്പിനെ നോക്കിയിരുന്നു. പിന്നെ ഏതോ ഒരു സൈസ് അണലിയോ അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു പാമ്പ്. പിന്നെ ഇങ്ങനത്തെ കുറെ കുഞ്ഞു കുട്ടികളുണ്ടാവുമല്ലോ ഈ കൂടിനുള്ളിൽ കിടക്കുന്നത്, അങ്ങനത്തെ ഒരു സൈസുള്ള പാമ്പുകളെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ രാജവെമ്പാല കണ്ടു, കിങ് കോബ്ര അതിനെയും കണ്ടു. അതിൻ്റെയൊക്കെ ഒരു സൈസ് കുറച്ചൊന്നും നല്ല ഉണ്ട്. അതിനും കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ടതോ അങ്ങനെ ഒരു വർഗത്തിൽപ്പെട്ട ജീവികളെയും കണ്ടു. പിന്നെ ഒരു അനാക്കോണ്ടിനെയും കണ്ടു. പിന്നെ ഒരു വെള്ളപ്പാമ്പിനെയും കണ്ടു കേട്ടോ. വെള്ളപ്പാമ്പിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഞാൻ അനാക്കോണ്ടനെ കണ്ടിട്ടാണ് ഏറ്റവും അന്തം വിട്ട് നിൽക്കൂലേ, നമുക്കൊരു കിളി പോയൊരു ഇതുണ്ടാവില്ലേ, അതേപോലെ നിൽക്കണ ഞാൻ. കാരണം ഞാൻ സിനിമയിലൊക്കെ മാത്രമേ അനാക്കോണ്ടനെ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അനാക്കോണ്ടനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു കിളി പോയ ഒരാളായി മാറി. വെള്ളത്തിൽ കിടക്കുന്ന അനാക്കോണ്ടനെ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നാളെ ഞാൻ 3ാം പാർട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബൈ.